ഒരുവിധപ്പെട്ട എല്ലാവരുടെയും വീട്ടില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മിക്കവാറും ചപ്പാത്തി തന്നെയായിരിക്കും. നോർമൽ ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കായിട്ട് നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയ ആലു പാവ് ബജി പറാട്ട ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അപ്പൊ എങ്ങനെയാണ് ആലു പാവ് ബജി പറാട്ട തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലു പാവ് പറാട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കട്ട കെട്ടി നിൽക്കാതെ വേണം നമ്മൾ ഇത് ഉടച്ചെടുക്കാനായിട്ട്. സോ ഞാനൊരു തവി യൂസ് ചെയ്ത് ഇങ്ങനെ ഉടച്ചുടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം പറാട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോ ഉണ്ടാക്കി എടുക്കാം. അപ്പൊ ഞാൻ ആദ്യം പറാട്ട കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ഗ്രാം ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേവിച്ച് തൊലി കളഞ്ഞ ഒരു തക്കാളിയും പൊടിയായിട്ട് അരിഞ്ഞ ഒരു സവാളയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ മസാല പൗഡർ ആയ പാവ് ബജി മസാല പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മസാല പൗഡർ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അല്ലാത്തവർക്ക് പുറത്തുനിന്നും വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിത് ഹോം മെയ്ഡ് ആയി തന്നെ ഉണ്ടാക്കിയ മസാലയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിലൊക്കെ കൂടുതലും അവര് നെയ്യാണ് യൂസ് ചെയ്യാറ്. അപ്പൊ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും തക്കാളിയും അതുപോലെ തന്നെ പാവ് ബജി മസാലയും ഒക്കെ നമ്മളുടെ ഈ ആട്ടപ്പൊടിയുമായിട്ട് നന്നായിട്ട് മിക്സ് ആവണം. അങ്ങനെ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളം യൂസ് ചെയ്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം യൂസ് ചെയ്തിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡോ വളരെ ലൂസ് ആയി പോവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മളുടെ ഡോ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ആദ്യം ചേർത്ത് കൊടുത്തതല്ലാതെ നിങ്ങൾക്ക് വീണ്ടും നെയ്യ് ആഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു പോർഷൻ ഡോ എടുത്തിട്ട് നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. എന്നിട്ട് കുറച്ച് ആട്ടപ്പൊടി ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ ഈ ഒരു സൈസിലാണ് ഞാൻ പരത്തി എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമ്മൾ പരത്തി വെച്ച ആലു പാവ് പറാട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഈ മറച്ചിട്ട ഭാഗത്തേക്ക് നെയ്യ് തടവി കൊടുക്കണം. ഈ നെയ്യ് തടവി കൊടുക്കുന്നതെല്ലാം നിങ്ങളുടെ ഒരു പാകത്തിനനുസരിച്ചിട്ട് ചെയ്തു കൊടുത്താൽ മതി. ഞാനിവിടെ എന്റെ പാകത്തിനനുസരിച്ചിട്ടാണ് നെയ്യ് തടവി കൊടുക്കുന്നത്. അങ്ങനെ നെയ്യ് തടവി കൊടുത്ത ശേഷം ഞാനിത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സൈഡിലും കൂടെ നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈഡും വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയ ആലു പാവ് ബജി പറാട്ട തയ്യാറായി. ഈ ഒരു ഡിഷ് കഴിക്കാനായിട്ട് നമുക്ക് മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് തൈരും അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ആസ്വദിച്ച് കഴിക്കാം. അപ്പൊ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആലു പാവ് ബജി പറാട്ടയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.